ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഉണ്ണിമാഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അതെന്താ വെച്ചാൽ തൃശ്ശൂരാണ്. ചേച്ചിൻ്റെ അവിടേക്ക് പോവുകയാണ്, ഗുജറാത്തിലേക്ക് പോവുകയാണ്. ചേച്ചിനെയും മക്കളെയും കാണാൻ ആഗ്രഹം തോന്നി. അങ്ങനെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു. ചേച്ചിൻ്റെ അവിടേക്ക് പോകാനുള്ള യാത്രയിലാണ്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഇവിടെ കുതിരാൻ്റെ അവിടെ എത്തി ടണലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തുരങ്കം. നമ്മൾ ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്ന ഒരു ഫീലിങ്സ് പോലെ തോന്നി. ഞാൻ ഇതുവരെ ഫോറിൻ കൺട്രീസിൽ പോയിട്ടില്ല ഗൈസ്. നമ്മൾ അങ്ങനെ ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഒരുപാട് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ട്രെയിൻ കുറച്ച് ഡിലേ ആണ്. അപ്പോൾ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇരിക്കേണ്ടി വന്നതുകൊണ്ട്. പിന്നെ അങ്ങനെ ട്രെയിനുകൾ പലതും പാസ് ചെയ്തു. പരസ്പരം ഓരോ ട്രെയിനും പോകുന്നു. അങ്ങനെ നോക്കി നിന്നു. പല ആളുകളെയും കൊണ്ട് അങ്ങനെയും നോക്കി നിന്നു ഗൈസ്. പിന്നെ അച്ഛനും അമ്മയും ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടില്ല. അവർ ഓരോന്ന് കുശലം പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏട്ടാ, ഇതാണ് ഏട്ടാ എന്നൊക്കെ തോന്നുന്നു പറയുന്നത്. അറിയില്ല, അവരറിയാതെ തന്നെ വീഡിയോ എടുത്തിരിക്കുന്നത് അവർ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നു, കയറി, യാത്രയായി. ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നു. അങ്ങനെ എനിക്കും ചേട്ടനും സൈഡ് സീറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് വിൻഡോ സീറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ടിട്ട് സുഖമായി യാത്ര ചെയ്യാം. പല പല സ്ഥലങ്ങൾ, പല പല ആളുകൾ, പല പല കാഴ്ചകൾ. അങ്ങനെ വന്ന് ഈവനിങ് ടൈം ആയപ്പോൾ സൺസെറ്റ് കണ്ടു. നന്നായിട്ടുണ്ടായിരുന്നു. കാടിൻ്റെ സൈഡാണ് തോന്നുന്നു. മരങ്ങളൊക്കെ മറന്നിട്ട് നമുക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. കുഴപ്പമില്ലെങ്കിലും നല്ല രീതിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഏരിയയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സൺസെറ്റും എല്ലാം മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത സ്റ്റേഷൻ എത്തി. സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അവിടെ ഡിന്നർ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് സൊമാറ്റോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ട്രെയിനിനകത്തു നിന്നാണ് ഇരിക്കുന്നത്. കോൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരാരും കാണുന്നില്ല. ട്രെയിൻ പോകുന്നതിന് മുന്നേ നമുക്ക് ഡിന്നറിന് കഴിക്കാൻ വേണ്ടി ഫുഡ് വേണം കേട്ടോ. ആ ടെൻഷനിലാണ്. നോക്കാം, അവർ വിളിച്ചിട്ടുണ്ട്, വരുമായിരിക്കും. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ട്, തേരാപ്പാര നടക്കുന്നുണ്ട് ആളുകൾ. നോക്കാം. ഏട്ടൻ ടെൻഷനായിക്കൊണ്ടിരിക്കുക തോന്നുന്നു. ഒരു സൊമാറ്റോക്കാരൻ വന്നു, പക്ഷെ അതല്ല ഗൈസ്, പെട്ടുപോട്ടെ, പൈസ പോയി തോന്നുന്നു. വന്നു. ഡിന്നർ കിട്ടി. ബീഫ് ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തത് കിട്ടിയിട്ടുണ്ട്. എടുത്തു ചെഞ്ചിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിക്കഴിഞ്ഞു. ഡിന്നറിനുള്ള ഫുഡ് കിട്ടി. ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഡിന്നർ നമുക്ക് അടിപൊളിയായി കഴിക്കാം. പൈസയൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്ത് അവർ പോയി. അങ്ങനെ ഏട്ടൻ ട്രെയിനിലോട്ട് വരുന്നു. അപ്പോൾ എന്നിട്ടും ഏട്ടന് ഡൗട്ടാണ്. ആൾ കയറാൻ നോക്കുന്നിട്ട് പിന്നെയും തന്നെയല്ലേ, പൈസ കൊടുത്ത് കിട്ടി, സാധനം മാറിയോ വെച്ചിട്ടായിരിക്കും ഏട്ടൻ നോക്കുന്നത്. പക്ഷെ എല്ലാം തന്നെയാണ്. ആൾ വീണ്ടും ട്രെയിനിൽ കയറി വന്നിട്ടുണ്ട്. അങ്ങനെ ഡിന്നറും ടെൻഷൻ പറയും. ഞങ്ങൾ വീണ്ടും ട്രെയിനിലോട്ട് കയറി യാത്ര തുടർന്നു. ഏട്ടൻ ഫോൺ നോക്കിയിരിക്കുകയാണ്, ഞാനും ഇരിക്കുകയാണ്. അങ്ങനെ ഫോണിൽ റീൽസും എല്ലാം കണ്ട് ഓരോരോ ഫോട്ടോയും വീഡിയോസും എല്ലാം എടുത്ത് നോക്കി ഇങ്ങനെ ചുമ്മാ ഫോണിലിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എനിക്ക് ഫുഡ് കഴിക്കുക, കിടക്കുക, എനിക്ക് ഫുഡ് കഴിക്കുക, കിടക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇന്ന് രാത്രി അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണ്. ചേച്ചി മക്കളും വളരെ എക്സൈറ്റഡ് ഇരിക്കുകയാണ് ഞങ്ങൾ കാണുന്ന സന്തോഷത്തിൽ. അപ്പോൾ അങ്ങനെ ട്രെയിൻ എത്താറായി. ഞങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചേച്ചിയും മക്കളെയും കണ്ടു എല്ലാവരും സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്.